ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസത്തെയും പോലെ രാവിലെ അത്യാവശ്യ പണികളൊക്കെ കഴിയുമ്പം നമ്മൾ നമ്മുടെ തോട്ടത്തിൽ വെള്ളം നനച്ചുകൊണ്ടാണ് രാവിലത്തെ പണികൾ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാനിവിടെ നടാനുള്ള വിത്തുകളും അതുപോലെ കുറച്ച് ഗ്രോ ബാഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗ്രോ ബാഗ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പം വെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ കണ്ടോ, ഇങ്ങനെ നമ്മളങ്ങ് തളിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം എല്ലായിടത്തും നന്നായിട്ട് വെള്ളം കിട്ടും. വെള്ളം ഒരിടത്ത് തന്നെ കെട്ടി നിന്നിട്ട് വളവും വെള്ളവും കൂടെ ഒഴുകി പോകുന്നൊരവസ്ഥ ഉണ്ടാകാതെ ഇരിക്കും. കണ്ടോ? അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ ചെടികളുടെയും ചുവട് രാവിലെയും വൈകുന്നേരവും നനച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ നനച്ചിട്ട് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ, നമ്മുടെ കാച്ചിൽ മുളച്ചിരിക്കും. നമുക്ക് താഴെ വേണം ഇവനെ നടാൻ. അപ്പോൾ ഞാൻ ടാപ്പ് പൂട്ടിയിട്ട് ഇന്നൊരു അത്യാവശ്യ പണിയാണേ. ഇത് നമ്മൾ ഇന്നലെ ഒരു ദിവസം വെള്ളത്തിനകത്തിട്ട് ഒരു പകൽ മുഴുവനും വെള്ളത്തിനകത്തിട്ട് ഞാൻ വൈകിട്ട് വാരി കെട്ടി വെച്ചിരുന്ന നമ്മളിവിടെ കൊടുക്കുന്ന പാലക്ക ചീരയുടെ വിത്തുകളാണേ. കണ്ടോ, അവിടെ ഇവിടെ എല്ലാം മുളച്ച് തുടങ്ങിയിട്ട് തന്നെയുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ നമ്മുടെ ഈ നിറച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിനകത്ത് മണ്ണിനെ കൊത്തി ഇളക്കിയിട്ട് അവിടോട്ട് നമ്മളിങ്ങനെ വെറുതെ വെതറിയാൽ മതിയേ. ഈ പാലക്ക ചീരയുടെ വിത്തുകളെന്ന് പറഞ്ഞാൽ അടുത്തടുത്തടുത്ത് കിളുത്താലും കുഴപ്പമുള്ളതല്ല കേട്ടോ. അപ്പം ഇതേ മൊത്തം കൊത്തി ഇളക്കി വെച്ച് വെതറിയാലും മതി. ഇപ്പം ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്, അടുപ്പിച്ചൊന്ന് മണ്ണ് മാറ്റിയിട്ട് അതിലേ കൂടി അങ്ങ് ഇട്ട് കൊടുക്കുവാണേ. അങ്ങനെ നമുക്ക് ഈ കയ്യിലിരിക്കുന്ന ഈ വിത്ത് മുഴുവനും ഒരു പാത്രത്തിനകത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതേ ഇതുപോലെ കണ്ടോ, ഇങ്ങനെ അടുപ്പിച്ച് നമ്മളങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊരു കൂടിനകത്തെ വിത്തുകൾ മുഴുവനും ഉണ്ടേ. പാലക്ക ചീരയുടെ വിത്തുകൾ നട്ട് കഴിഞ്ഞപ്പോഴാണേ കുറച്ച് തൈകൾ നമ്മൾ മേടിച്ചതുണ്ട് കേട്ടോ. കുറച്ച് നമ്മൾ തക്കാളിയുടേതും കുറച്ച് മുളകിൻ്റേതുമാണേ. ഇതേ ചിലതൊക്കെ കണ്ടോ, ആ വെയിലത്ത് കൊണ്ട് വെച്ചിരുന്നതാ വാടിപ്പോയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോഴാണ് അവർ വെള്ളം ഒഴിക്കുമ്പം കയറി വരും, ചിലപ്പോൾ അവർ പോക്കാണ്. ഇത് ഞാൻ കളഞ്ഞേക്കാം. ഇനി നമുക്ക് നല്ലതിനെ അങ്ങോട്ട് നട്ടുപിടിപ്പിക്കാം. ഇതേ ആ പാത്രത്തിനകത്താണ് നമ്മൾ നടുന്നത്. അവൻ നോക്കിക്കോണം. തക്കാളിയുടെ തൈകൾ നടുമ്പോൾ നമുക്കറിയാം ഇത് 2 വെള്ളരിയുടെ തൈകളായതുകൊണ്ടാണ് ഞാൻ കളയാത്തത്. അപ്പം നല്ലപോലെ താഴ്ത്തി വേണം നടാൻ. അപ്പം മണ്ണ് നല്ലപോലെ ഇളക്കിയിട്ട് തക്കാളിയുടെയൊക്കെ ആവാൻ ചില തക്കാളി തൈകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാറൊക്കെ ഉണ്ട്. അപ്പം നമ്മളിതേ 2 എണ്ണം ഒരുമിച്ച് ചേർത്തിട്ടാണ് നടുന്നത്. പിന്നെ ഇത് ഇവിടോട്ടും അതേപോലെ 2 എണ്ണം. ഇതേ 6 എണ്ണം ഉണ്ടായിരുന്നതാണ്, ബാക്കി 4 എണ്ണം പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ വാടിക്കിടക്കുന്നതും കൂടെ കൂട്ടി ഒരുമിച്ച് ഇതിനകത്തേക്ക് നടുവാണേ. ഇനി നമുക്ക് ഇതിൻ്റെ ചോട്ടിൽ ഒഴിക്കേണ്ടതെന്ന് പറയുന്നത് ചില സ്യൂഡോമോണാസ് കലക്കിയിട്ടാണേ. ഞാൻ കലക്കി എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ. നമ്മൾ സ്യൂഡോമോണാസ് കലക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സ്യൂഡോമോണാസ് കലക്കിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ. ഇനി ദ്രാവക രൂപത്തിലുള്ള സ്യൂഡോമോണാസാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിലാണ് നമ്മൾ കലക്കി ചെടികളുടെ ചുവട്ടിൽ. അതാകുമ്പോൾ ആ അളവിൽ നമ്മൾ കലക്കിയെടുക്കുവാണെങ്കിൽ ചെടിയുടെ ഇലകളിലൊന്നും വീണാലും കുഴപ്പമില്ല. വെറുതെ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നമ്മൾ നടുമ്പം മാത്രമല്ല, തക്കാളിക്കും അതുപോലെ വഴുതന വർഗ്ഗവിളകൾ, തക്കാളി, വഴുതന, വെള്ളരി, വെണ്ട, ഇവർക്കെല്ലാം തന്നെ നമ്മൾ ഇതേപോലെ സ്യൂഡോമോണാസ് ഒരു 15 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് ബാക്ടീരിയൽ വാട്ടം വന്ന് എത്ര വളർച്ചയെത്തിയ കായ്കളും പൂക്കളും ഉണ്ടായ ചെടികളാണെങ്കിൽ പോലും നഷ്ടപ്പെട്ടു പോകാറുള്ള സാധ്യതയുണ്ട്. ടെറസിൽ പോയി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴാണ് ഇത് നമ്മൾ തേക്കാനിരിക്കുന്ന മേശയിൽ തന്നെയാണ് ഞാൻ തുണിയും വെട്ടുന്നത്. അപ്പോൾ നമ്മുടെ ശിവത്തിന് അറിയാമല്ലോ, അവന് രാവിലെ കോളേജിൽ പോകാനുള്ള തിരക്ക് വന്നപ്പം മാർക്ക് ചെയ്തൊക്കെ ഇട്ടിരുന്ന നമ്മുടെ ചുരിദാറിൻ്റെ തുണിയാണേ. അതെടുത്ത് മടക്കി ഇങ്ങനെ ചുരുട്ടിക്കൂട്ടിയിട്ടിട്ട് അവരങ്ങ് പോയി. അപ്പോൾ നമുക്കന്ന് അതൊന്ന് വെട്ടി വെച്ചേച്ച് അടുത്ത പണിക്ക് പോകാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ തേപ്പൊട്ടി അടുത്ത മേശയിലോട്ട് മാറ്റി വെക്കുവാണേ. നമുക്ക് തയ്ക്കാനുള്ള നൂലും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു നൈറ്റിയുടെ തുണിയാണേ. അതിപ്പോൾ ഞാൻ തയ്യൽ പഠിച്ച സമയത്ത് തൊട്ടുള്ളൊരു സ്വഭാവമാണ്. ഈ നൈറ്റിയുടെ തുണി വാങ്ങിച്ചിട്ട് ചുരിദാർ അടിക്കുവാണെങ്കിൽ ഒരെണ്ണം കേട് വന്നാലും നമുക്ക് അത്രയ്ക്കുള്ള പൈസയിലേ നഷ്ടം വരത്തുള്ളൂ. ഒരു 100-120 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നൈറ്റിയുടെ തുണി കിട്ടും. ഇപ്പോൾ അതൊക്കെ കൂടി 150 ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ മേടിച്ചിട്ടിരിക്കുന്ന ഒരു നൈറ്റിയുടെ തുണിയാണ്. അപ്പം ഞാനത് നൈറ്റിയുടെ മാർക്കിംഗ് ഒക്കെ നടത്തിയിട്ടു. അങ്ങനെ നടത്തിയിട്ടിട്ട് നോക്കിയപ്പോഴാണ് ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ. ഇത് തലയാണേലും എന്താണെങ്കിലും ഇതുപോലുള്ള ഒരു രീതിയല്ല ഈ പടത്തിന്. കണ്ടോ? അങ്ങനെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ രണ്ട് പാളി
മടക്കി ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ പീസിൽ ഇങ്ങനെ നിൽക്കും, ബാക്കിലെ പീസിൽ ഇത് തലകിഴിഞ്ഞ് നിൽക്കും. കണ്ടോ, ഇതുപോലെ വടം നോക്കുമ്പോൾ കണ്ടോ ആരോ നിൽക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള തുണികളാണെങ്കിൽ നമ്മൾ ഒരു പീസ് മാത്രം വെട്ടിയെടുക്കണം. അപ്പം നമ്മളിവിടെ ഇതേ ബാക്കിനും വെട്ടിയിട്ടുണ്ട്, ഫ്രണ്ടിനും വെട്ടിയിട്ടുണ്ട്. ബാക്കി രണ്ടിനും ഒരുപോലായിരിക്കും. അപ്പം നമ്മൾ വെട്ടേണ്ടതെന്ന് പറയുന്നത് ബാക്കിൻ്റെ പീസേ വെട്ടാവുള്ളേ. അത് ഒരു പീസ് നമുക്ക് ബാക്കിനെടുത്ത് വെട്ടാം. എന്നിട്ട് അത് വെച്ചിട്ട് തിരിച്ചിട്ടും കൂടെ വെച്ചിട്ട് ഫ്രണ്ട് പാർട്ട് വേറെ വെട്ടിയെടുത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ഇരട്ടിപ്പണിയാണ് ഇങ്ങനത്തെ ഡിസൈൻ. ഇപ്പം സമയം കുറവുള്ളവർക്കും ആദ്യത്തെ പഠിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരേപോലത്തെ ഡിസൈൻ മുഴുവൻ ഭാഗത്തും ഉള്ള സൈസേ മേടിക്കാവുള്ളൂ തുണി കേട്ടോ. ഇതുപോലെയുള്ള ഓരോ സൈഡിലേക്ക് മാത്രം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മടക്കി ഇടുമ്പം വ്യത്യാസപ്പെട്ടു. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഷേപ്പ് ഒന്നും ഞാൻ വെട്ടുന്നില്ല. ആദ്യം ഞാൻ ഇവിടുന്ന് ഈ ബാക്ക് പീസിനെ മാത്രം വെട്ടിയെടുക്കുവാണേ. സൂക്ഷിച്ച് ചെയ്യണം, അങ്ങനെ ചെയ്യുമ്പം അടിയിലത്തേതിനായിട്ട് വെട്ട് കയറി വരരുതേ. അപ്പം ഞാൻ ഈ പീസ് മാത്രം എടുത്തിട്ട് പറ്റുവാണെങ്കിൽ ഇതങ്ങോട്ട് മാറ്റിയിട്ടിട്ട് വെട്ടിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ ഇത് ഇങ്ങനെ വെട്ടുവാണ്. ഇവിടെ വന്നു ഇച്ചിരി ചെരിച്ചു കൊടുത്തു, കണ്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ബാക്കിൻ്റെ വരയക്കട മാത്രം കയറി വെട്ടിപ്പോവാണേ. അപ്പം ഞാൻ ഈ ഫ്രണ്ടിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം നിങ്ങൾക്ക് കാണാൻ മേലാതെ വരുമായിരിക്കും, കുഴപ്പമില്ല. ഇപ്പം ഞാൻ വെട്ടുന്നുണ്ട്, എന്നെ നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കും. പക്ഷേ ഞാൻ ഇങ്ങനെ ഇതങ്ങോട്ട് വെട്ടിക്കൊടുക്കുവാണേ. കണ്ടോ, ഒരു പീസ് മാത്രമാണ് നമ്മളിങ്ങനെ വെട്ടുന്നത്. എന്നിട്ട് കണ്ടോ ഇതേപോലെ നമ്മൾ താഴേക്ക് വെട്ടിപ്പോവാം. ഒരു പീസ് നമുക്ക് വെട്ടിയെടുത്ത് മാറ്റി വെച്ചിട്ട് വേണം അതേപോലെ തിരിച്ചു വെച്ചിട്ട് വേണം വെട്ടാൻ. അപ്പോൾ ഞാനിത് മുഴുവനും ഇന്ന് വെട്ടിയിട്ട് ഇന്ന് തയ്ക്കത്തില്ല കേട്ടോ. ഇനി തയ്ക്കാനും കൂടെ സമയമില്ല. ഇനി എനിക്കിവർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കി കൊടുക്കാനുള്ള സമയമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ വെട്ടിനും തയ്ക്കലിനും ഒക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അതിനില്ല, കണ്ടോ. അപ്പം ഞാൻ എൻ്റെ ബാക്ക് പീസ് മാത്രം വെട്ടിയെടുത്തേ. ഇനി ബാക്ക് വെച്ചിട്ട് ഇത് തിരിച്ചൊരേപോലെ ഡിസൈൻ വരത്തക്ക രീതി വെച്ചിട്ട് നമുക്ക് വെട്ടണം. അത് പിന്നെയും പണിയാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ വരാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനിയിപ്പം നമ്മൾ എന്നാ ചെയ്യാനാ? അന്നേരം തുണി എടുത്തപ്പോൾ ഞാനൊന്നും അത്രയും ചിന്തിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിലപ്പോഴൊക്കെ അതൊക്കെ നോക്കിയൊക്കെ മേടിക്കാറുണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മളെല്ലാം പല കാര്യങ്ങളെല്ലാം അല്ലേ ചെയ്യുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം, നല്ല കോട്ടൺ തുണിയാണ് കേട്ടോ. അതൊരു പ്രത്യേക ഗുണമാണ് ഈ നൈറ്റി തുണിയുടെ. നൈറ്റി എല്ലാ തുണിയുടെയും അല്ല, ഇതൊരു നല്ല കോട്ടൺ തുണിയാണ്. അപ്പം നമ്മൾ വെട്ടിയ ബാക്ക് പീസില്ലേ, ആ ബാക്ക് പീസ് എടുത്ത് ഇതിലോട്ട് വെച്ചിട്ട് ഒന്നും കൂടെ അങ്ങ് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇതിൻ്റെ തലയും മുകളിലോട്ടാ, ഇതിൻ്റെ തലയും മുകളിലോട്ടാ, കണ്ടോ. അങ്ങനെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഇതുപോലെ ചുളുക്കമൊക്കെ വന്നാൽ നിവർത്തി വെച്ചോണം, അല്ലേ നമ്മുടെ അളവിന് വ്യത്യാസം വരുവേ. അപ്പം ഞാൻ ഇതിങ്ങനെ അരികെ ചേർത്തിടുകയാണ്, നീളത്തിന് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കയ്യും എനിക്ക് വിലങ്ങനെ വെട്ടേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം തുണി വളരെ വീതി കുറഞ്ഞതാണ്, കണ്ടോ. ഇങ്ങനെ നമ്മൾ ഇട്ടിട്ട് വെട്ടും. പല ആളുകളും പറയാറുണ്ടേ ലൈനിങ് വെട്ടിയിട്ടാണ്. ഞാനിതെല്ലാം തന്നെ ലൈനിങ് വെച്ചേ തയ്ക്കാറുള്ളത്. ലൈനിങ് വെട്ടിയിട്ടാണ് അവർ ഒറിജിനൽ തുണി വെട്ടുന്നത് പറയാറുണ്ട്. ഞാൻ ചെയ്യാറില്ല കേട്ടോ. ചെയ്യാറില്ലെന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റിയ, ഞാൻ പഠിച്ചൊക്കെ തുടങ്ങിയ ഒരു സമയത്താണ്. അപ്പോൾ എനിക്ക് പറ്റിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈനിങ് എപ്പോഴും ഈ ബോഡി പാർട്ടിനേക്കാൾ നീളം കുറച്ചാണ് വെട്ടുന്നത്. ആ കുറഞ്ഞ നീളത്തിന് വെട്ടിപ്പോയിട്ടുണ്ട്. എന്നെപ്പോലത്തെ അബദ്ധം പറ്റിയിട്ടുള്ളവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ഇടണേ. എനിക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇപ്പം പറ്റ് പറയാതിരിക്കുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. മറ്റുള്ളവർക്ക് വരാതിരിക്കുന്നെങ്കിൽ അത്രയും നല്ലതാകട്ടെ. അപ്പം നമ്മൾ ഇതുപോലെല്ലാം നല്ല കറക്റ്റായിട്ട് ചേർത്തിട്ടു. ഇനി നമ്മുടെ പണി എന്ന് പറയുന്നത് ഇതൊന്ന് വെട്ടിയെടുക്കലാണ്. അപ്പോൾ ഈ തുണി തേക്കാനായിട്ടുള്ളത് വിരിച്ചിട്ടിരിക്കുന്നത് നമ്മൾ ഈ തുണി അതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ ഷേപ്പ് മാറുന്നുണ്ട്. അപ്പം ഞാൻ കഴുത്തൊന്നും വെട്ടുന്നില്ല കേട്ടോ, ഈ ബോഡി മാത്രമാണ് വെട്ടിക്കൊടുക്കുന്നത്. എന്നിട്ട് ഇനി ഇതിനെ നമുക്ക് ലൈനിങ്ങുമായിട്ട് ചേർത്ത് വെച്ചിട്ട് വേണം. ചിലപ്പോൾ ഞാൻ മറഞ്ഞു നിൽക്കുന്നുണ്ട് നിങ്ങൾക്കല്ലേ, ആ സാരമില്ല, ഇങ്ങനെ ചേർത്ത് വെട്ടിപ്പൊക്കണം കേട്ടോ. കഴുത്തൊന്നും ഇങ്ങനെ മാറ്റി വെട്ടുന്ന അവസരത്തിൽ ചെയ്യരുത്. കഴുത്ത് ഓരോ പീസും എടുത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ബോഡി പാർട്ട് ഇതുപോലെ വെട്ടിയതിന് ശേഷം കഴുത്തും ലൈനിങ്ങും കൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് വെട്ടുന്നത്.
അപ്പോൾ എനിക്ക് ഒരെളുപ്പപ്പണിയും കൂടെ അതിനകത്തൂടെ നടക്കുകയും ചെയ്യും. അല്ലേ പിന്നെ ഞാൻ പിന്നെ കഴുത്ത് വെട്ടാനായിട്ട് നടക്കണം. എന്നിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലൈനിങ്ങിൻ്റെ പീസും ഇതിൻ്റെ കഴുത്തും കൂടെ കൂട്ടി ഒരുമിച്ചടിക്കുവാണേ. ഇതുപോലെ ദേ താഴെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 1.5 ഇഞ്ച് മുകളിലോട്ട് എടുത്തിട്ട് ഇങ്ങനെ വളച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാന്നറിയോ, തുണി ചിലപ്പോൾ തൂങ്ങിപ്പോരും. നീളം ഇത്രയും താഴേക്ക് ഇത്രയും ഇറക്കം വരുന്ന തുണിയല്ലേ. അപ്പോൾ അങ്ങനെ വന്നിട്ട് തൂങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 1.5 ഇഞ്ച് എടുത്തിട്ട് നമ്മളൊരു വളച്ചൊരു വെട്ടിയിട്ടാണ്, അല്ല വളച്ചൊരു മാർക്ക് ഞാൻ അങ്ങോട്ട് വരച്ചു കൊടുത്തിട്ടാണ് ഇത് വെട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇത്രയും ഭാഗം വെട്ടിയെടുത്ത് കഴിഞ്ഞേ, കണ്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസുമായി ബാക്ക് പീസുമായി. ഇനി ഞാൻ ഇതിനായിട്ട് ഒന്നും ചെയ്യത്തില്ല, കഴുത്ത് വെട്ടണം. അതുപോലെ ഇപ്പം ഞാൻ ഇതേപോലെ ഇതിനെ അങ്ങോട്ട് മടക്കിയെടുക്കുവാണേ, കണ്ടോ. നമുക്ക് ബോഡി പാർട്ട് രണ്ടുമായി. ഇനി ലൈനിങ് വെട്ടാനുണ്ട്. അപ്പോൾ നമുക്ക് കൈ തികയുമോ നോക്കാം. ചെസ്റ്റ് ആണെങ്കിൽ 35 35 8.25 വരേണ്ടത്. 8.25 കൂടെ ഒന്നും കൂടെ കൂട്ടുമ്പം 9.25 ഏകദേശം 10 കിട്ടണം. പക്ഷേ നമ്മളിത് വളച്ചിടുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നില്ല 10 കിട്ടുമെന്ന്. അപ്പോൾ നമുക്ക് വിലങ്ങനെ തയ്ക്കേണ്ടി വരും കേട്ടോ. ഇത് 8.5 ഉള്ളൂ. അത് ഈ നൈറ്റി തുണിക്ക് വീതി കുറഞ്ഞ തുണിയായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിലങ്ങനെ ഇടണം, കണ്ടോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് കൈയൊക്കെ കിട്ടും. പിന്നെ ഇത് എനിക്ക് വിലങ്ങനെ തയ്ക്കുന്ന ഇഷ്ടമില്ല. പിന്നെ തുണി ഇല്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്യാൻ പറ്റും. അതുപോലെ 3/4 സ്ലീവാണ് ഞാൻ വെട്ടുന്നത്, അതുകൊണ്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സൈഡ് വെട്ടിക്കളയുന്നതിനകത്തുനിന്നും കിട്ടും. എനിക്ക് 3/4 ആയതുകൊണ്ട് അത് കിട്ടത്തില്ല. അത്രയും എങ്കിലും ഒന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമ്മളെ കൈക്ക് വേണ്ടി മടക്കിയിടുമ്പം വേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ എടുത്തിരിക്കുന്ന ഇതിൽ എത്രയാണോ നമ്മൾ ചെസ്റ്റ് എടുത്തിരിക്കുന്നത് അത്രയും തന്നെയാണ് കൈയുടെ തുണി എടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ചെസ്റ്റ് എന്ന് പറയുന്നത് 9.5 ഞാൻ എടുക്കുന്നത്. 9.5 എൻ്റെ കറക്റ്റ് വരുന്നത്. അതിൻ്റെ കൂടെ ചുരിദാറാകുന്നതുകൊണ്ട് ഞാൻ ഒരു ഇഞ്ച് കൂടെ കൂട്ടിയിടുന്നുണ്ട്. അപ്പം എനിക്ക് വന്നിരിക്കുന്നത് 10.5. അപ്പം 10.5 എനിക്ക് തുണി കിട്ടണം, കൈ വെക്കാം കേട്ടോ. ഇങ്ങനെ വന്നെന്ന് പറഞ്ഞാലും ഒരു 10.5 ഇല്ലാതെ നടക്കത്തില്ല. ലൂസും കൂടെ കൂട്ടി എങ്ങനെ ലെവൽ വെച്ചിട്ട് വേണം കേട്ടോ വെട്ടാനേ. അപ്പം ഞാനിതിങ്ങനെ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, ഇതിൻ്റെ അടിവശം തേരാണേ. അപ്പം തേരാണേ ഒരു മടക്ക് എനിക്ക് കുറഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞാനിങ്ങനെ തുണിയൊക്കെ മടക്കിയിട്ടു. ഇനി 10.5 ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇത് 11 കിട്ടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ഞാൻ ഏറ്റവും താഴാശമാണ് എടുക്കുന്നത്, അല്ലേ പിന്നെ തുണി വെട്ടിയ പാട് വരികയല്ലേ. അപ്പോൾ ഞാൻ എടുക്കുന്ന കൈയെന്ന് പറയുന്നത് 14 ഇഞ്ചാണേ. അപ്പോൾ ഇവിടെ ഒരു 14 മാർക്ക് ചെയ്തു, ഇവിടെ ഒരു 14 മാർക്ക് ചെയ്തു, ഇങ്ങനെ വെച്ചു, കണ്ടോ. ഇങ്ങനെ നമ്മൾ വെച്ചു. ഞാൻ സാധാരണ ഈ ക്യാബ് ഹൈറ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കൈക്കുഴിയുടെ ഉയരം കൊടുക്കുന്നത് 3.5 അപ്പം നമ്മളൊരു 3.5 ലൈനും കൂടെ വരച്ചിടും, കണ്ടോ. ഇനി എനിക്ക് താഴെ എന്ന് പറയുന്നത് 6. അപ്പം നമ്മളൊരു 7 ഇഞ്ച് ഇവിടെ എടുത്താൽ മതിയേ. 7 എടുത്തു. അപ്പം ഈ വീതി എന്തോരം വേണമെന്ന് അറിയണ്ടേ. ഈ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൈക്കുഴിയുടെ ഇത് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ആം റൗണ്ട് വെച്ചിട്ട് ചെയ്യാം. ശരിക്കും വരുന്ന ആം റൗണ്ട് 8. അതിൻ്റെ കൂടെ ഞാനൊരു 1 ഇഞ്ച് കൂടെ കൂട്ടുന്നുണ്ട് ലൂസിന് വേണ്ടിയിട്ട്. ചുരിദാർ ആയതുകൊണ്ടാണ്. ബ്ലൗസ് ആണെങ്കിൽ ആ 8 തന്നെ കൊടുത്താൽ മതി. അപ്പോൾ ഇത് 9 വരും, പിന്നെ ഇതൊരു 10.5 വരും, കണ്ടോ. കൈക്കുഴി നമ്മൾ കൊടുക്കുന്ന ലൂസാണതേ. അപ്പം ഞാൻ ഇതങ്ങോട്ട് കൂട്ടി, കണ്ടോ. ഇനി നമുക്ക് ഇങ്ങനെ വെറുതെ വരയ്ക്കുന്നവരാണെങ്കിൽ അങ്ങനെ വരയ്ക്കാം. ഞാൻ അങ്ങനെയല്ല കൊടുക്കുന്നത്. ഇവിടെ നിന്നൊരു 2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യും. എന്നിട്ട് ആ 2 ഇഞ്ചും നമ്മുടെ 8 1 9, ആ 9 മാർക്കിങ്ങും കൂടെ കൊടുത്ത്, കണ്ടോ, ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചിടും. സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടിട്ട് ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മിഡ് പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്യും. മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്യുമ്പം ഈ മിഡ് പോയിൻറ്റും പിന്നെ ഇതിൻ്റെ ഒരു മിഡ് പോയിൻ്റ് കൂടെ മാർക്ക് ചെയ്യണം. അതുപോലെ ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളതിൻ്റെ മിഡ് പോയിൻറ്റും മാർക്ക് ചെയ്തിന് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. വലിയൊരു എക്സ്പേർട്ട് തയ്യക്കാരിയൊന്നുമല്ല ഞാൻ. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചു. അതേപോലെ തന്നെ ഒരു 3 പോയിൻ്റ് താഴേക്കും വരച്ചു.
എന്നിട്ട് ഞാനിങ്ങനെ വെറുതെ കൈകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുക്കും കേട്ടോ. ഇങ്ങനെ വരച്ചു. അതുപോലെ ഇത് ഇത്രയും കണ്ടോ, ഇങ്ങനെ ഇറക്കി വരച്ചു. ഇനി വെട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് കൈയും കൂടെ ഒന്ന് വെട്ടി വെച്ചിട്ട് പോവാം. ബാക്കി ഞാൻ ലൈനിങ് അല്ലേ ഉള്ളത്, ആ ലൈനിങ് നമുക്ക് ഇങ്ങനെ കൈ വെട്ടുമ്പോൾ എപ്പോഴും ഉണ്ടല്ലോ പുറകിലത്തെ പീസേ കൈ വെട്ടാവുള്ളൂ കേട്ടോ. ഇങ്ങനെ വെച്ചു. പട നമ്മുടെ തയ്യലിൻ്റെ പരിപാടി കഴിഞ്ഞില്ലേ. കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ചുരിദാർ തയ്ക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? അതിൻ്റെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിങ്ങനത്തെ വീഡിയോകൾ ചെയ്യുന്നത് കുറവായിരുന്നില്ലേ. അപ്പം ഞാൻ ഓർത്തു ഇതുമൊക്കെ ഞാൻ ചെയ്യുന്നതാ, എല്ലാ വീട്ടമ്മമാർക്കും ഇതൊക്കെ ചെയ്യാവുന്നതാ. എത്ര രൂപയാണ് നമുക്ക് ലാഭിക്കാൻ പറ്റുന്നത്. മാത്രമല്ല ഇപ്പം ഇന്ന് ഞാനിത് വെട്ടിവെച്ചാൽ എനിക്ക് വേണമെന്ന് വെച്ചാൽ നാളെ ഇടാനും പറ്റും. അപ്പം ഇങ്ങനെ എടുത്തു വെച്ച് 2 പീസായിട്ട് മാറ്റിയിട്ട് ഈ കൈക്കുഴിയും കൂടെ ഞാൻ താത്തൊന്ന് വെട്ടിക്കൊടുക്കുവാണേ. കണ്ടോ, അപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞു. കണ്ടോ, 2 കയ്യുമായി, എല്ലാം ഓക്കെ. ഇനി ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ലൈനിങ് വെട്ടിയിട്ട് ഒറ്റ തയ്ക്കൽ. അപ്പോൾ ഇത്രയും പീസ് നമുക്ക് മിച്ചമാണ്, വേസ്റ്റാണ് എനിക്ക് ചേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനിത് വെച്ചിട്ട് വേറൊന്നും ചെയ്യുന്നില്ല. നമ്മളിന്ന് വെള്ളം ഒഴിച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ടെറസ നട്ടുപിടിപ്പിച്ചു. അതുപോലെ പിന്നെ ഞാൻ ചെമ്പരത്തി നടാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. വന്ന വഴിക്കാണ് നമ്മുടെ ഈ തുണി ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടത്. അപ്പം മാർക്കിംഗ് ഒക്കെ നമ്മൾ നടത്തിപ്പോയതല്ലേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിൻ്റെ വെട്ടും കൂടെ അങ്ങ് നമുക്ക് നടത്തി വെച്ചേച്ച് പോകാം. അപ്പോൾ നമ്മൾ വെട്ടൊക്കെ കഴിഞ്ഞു. വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ഇതുപോലല്ല വെട്ടുന്നത്, അല്ലെങ്കിൽ തുണി വെട്ടുമ്പോൾ നമ്മൾ വരുത്തേണ്ടുന്ന വ്യത്യാസങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെമ്പരത്തിയും കൂടെ നട്ടുപിടിപ്പിക്കലാണേ. അപ്പോൾ നമുക്കതൊന്ന് പെട്ടെന്ന് പോയി കണ്ടിട്ട് വരും. ടെറസേ നമ്മൾ തക്കാളിയും അങ്ങനെയൊക്കെയുള്ള നട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ടിറങ്ങിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചെമ്പരത്തി വാങ്ങിക്കുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ 1-2 ദിവസം കൊണ്ട് വാങ്ങിച്ചിരിക്കുന്ന കുറേ ചോടി ചെമ്പരത്തികളുണ്ട്. അപ്പോൾ നമുക്ക് അവരെ കൂടി ഒന്ന് മാറ്റി നടാം. ഇപ്പോഴാണെങ്കിൽ രാത്രിയിലും പകലും ഒക്കെ ആയിട്ട് ഒറ്റപ്പെട്ട പല മഴകളൊക്കെ കിട്ടുന്നുണ്ട്. ഈ മഴയും തണുപ്പും നിൽക്കുന്ന അവസരങ്ങളിലാണ് നമ്മൾ ചെടി നട്ടുപിടിപ്പിച്ചാൽ വേര് പിടിച്ച് കിട്ടാൻ നല്ല എളുപ്പം. അപ്പോൾ നമുക്ക് ചെമ്പരത്തി നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പല ആളുകളും എന്നോട് പറയാറുണ്ട്, ചെമ്പരത്തി നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കൊണ്ട് ആ ചെമ്പരത്തിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. അതെന്തുകൊണ്ടാണെന്നൊക്കെ എന്നോട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നേ. അതിൻ്റെ കാരണം ഞാനിപ്പോൾ കാണിച്ചു തരാവേ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മുടെ ഒരു മാറ്റി നടാനുള്ള ചെമ്പരത്തിയാണേ. അപ്പോൾ ഇത് വെയിലൊക്കെ കൊണ്ടിട്ട് വാടിയിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഇതുപോലെ ഇതിൻ്റെ കൂടിനെ പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂട് പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് പശ ചേർന്ന മണ്ണാണ്. ഈ പശ ചേർന്ന മണ്ണിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, നേഴ്സറിക്കാർ ചെടി നട്ടുപിടിപ്പിക്കുമ്പം പാക്കിംഗ് ഉണ്ട്. പാക്കിംഗ് അതായത് പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും ലോറിയിലും വണ്ടിയിലും ഒക്കെ കയറ്റി നേഴ്സറികളിൽ കിട്ടുന്നത്. അവിടെ നിന്നും നമ്മുടെ അടുത്തേക്ക് എത്തുന്ന അവസരത്തിൽ ഇതിനകത്ത് ഈ വേര് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെപ്പോഴും നല്ല പശിമയുള്ള മണ്ണിനകത്ത് ഇത് നട്ടുപിടിപ്പിക്കുന്നത്. അങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഒരു ചോട് പിടിച്ച ചെമ്പരത്തിയാണ്. പക്ഷേ നമ്മൾ ഈ പല ആളുകളും ചെയ്യുന്നതെന്ന് പറയുന്നത്, നമ്മൾ ഈ ഗ്രോ ബാഗുകളിൽ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഈ ചെടിയെന്ന് പറയുന്നത് ഇതേപടി കവറ് പൊട്ടിച്ചിട്ട് മണ്ണിലേക്ക് നടാറുണ്ട്. അപ്പോൾ ഈ പശിമയുള്ള മണ്ണെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കണ്ടോ, തട്ടിയാൽ പോലും പൊട്ടത്തില്ല, അടിച്ചാലൊന്നും പൊട്ടത്തില്ലാത്ത വിധത്തിൽ ഉറച്ചിരിക്കുവാണേ. അപ്പോൾ അവർ മണ്ണിനകത്ത് നമ്മൾ നട്ടാലും ആ വേരോടാനായിട്ട് താമസം വരും. അപ്പോൾ അങ്ങനെ വന്നാൽ നമ്മുടെ ചെടി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ കവറ് പൊട്ടിച്ചതിന് ശേഷം വെള്ളത്തിൽ വെക്കണം കേട്ടോ. ഇത് കണ്ടോ, ഈ പാത്രത്തിനകത്ത് ഞാൻ വെള്ളം എടുത്ത് വെച്ചിരിക്കുവാണ്. എന്നിട്ട് ഞാൻ വെള്ളത്തിനകത്തേക്ക് വെച്ചു. അപ്പം നമ്മൾ ഈ വെള്ളത്തിനകത്തോട്ട് ഇതിങ്ങനെ മുക്കിയാൽ ഉടനെ ഒന്നും ഇതിൻ്റെ മണ്ണ് ഇളകി പോകത്തില്ല. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മണ്ണ് ഇളകി കിട്ടാനായിട്ട് ഞാൻ നേരത്തെ തന്നെ ചെമ്പരത്തിയുടെ ചെടികൾ ഇതുപോലെ കവറ് പൊട്ടിച്ചിട്ട് ഞാൻ ഇങ്ങനെ വെള്ളത്തിനകത്തേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, ആ മണ്ണെല്ലാം കുറേ അധികം ഇളകിപ്പോയിട്ടുണ്ട്. ഇനി തീർത്ത് കളഞ്ഞില്ലേലും കുഴപ്പമില്ല കേട്ടോ, നമ്മളൊന്ന് ഞെക്കി ഉടച്ചാൽ മതി. പിന്നെ അവരുടെ വേര് മണ്ണിലേക്ക്, നമ്മൾ വെക്കുന്ന പാത്രത്തിനകത്തെ മണ്ണിലേക്ക് പടർന്നു വന്നോളും. അപ്പം ഞാൻ ഇതേപോലെ എടുത്തിട്ട് ഇനി ഞാൻ നടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. മണ്ണ് കളഞ്ഞെടുത്തിരിക്കുന്ന ചെമ്പരത്തിയാണേ. അത് ഞാൻ നട്ടുപിടിപ്പിക്കാൻ പോകുന്നത് ഈ പാത്രത്തിനകത്തോട്ടാണേ. ഇത് നമ്മൾ കഴിഞ്ഞ വലിയവതിയുടെ സമയത്ത് മേടിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ചട്ടിയാണ്. അതിപ്പോഴും തീർന്നിട്ടില്ല, തീരാറായിട്ടുണ്ട് നമ്മൾ നട്ട്. അപ്പോൾ ആദ്യം നമ്മൾ എല്ലാ പാത്രങ്ങളിലും ചെയ്യുന്നത് പോലെ തന്നെ ഇതിൽ കണ്ടോ,
വെള്ളം വാർന്നു പോകാൻ ഇച്ചിരി വലിയ കിഴുത്തി ആയതുകൊണ്ട് ഞാൻ 2 എണ്ണം ഇട്ടിട്ടുള്ളേ. അത് നമ്മളൊരു ഓടിൻ്റെ കഷ്ണം ഉപയോഗിച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് അടച്ചു വെക്കണം. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഉണങ്ങിയ ഇലകൾ, ഇത് മിറ്റടിക്കുമ്പം വാരുന്ന ഇലകളാണേ, അത് ഞാനിങ്ങനെ ചാക്കിനകത്ത് വെക്കും. നമ്മളേതായാലും സ്ഥിരമായിട്ട് ചെടി നടിയിലും പച്ചക്കറി നടിയിലും അല്ലെങ്കിൽ പഴച്ചെടി നടിയിലും ഒക്കെ ഉള്ളവരാണല്ലോ. അപ്പം ഞാനിങ്ങനെ ഈ ഇല വാരി വെക്കുന്നതാണ്. ഇങ്ങനെ ഈ ഇല വെക്കുന്നത് കൊണ്ട് പല ഗുണങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, നമ്മുടെ പാത്രത്തിനകത്തെ മണ്ണിൻ്റെ അളവ് കുറഞ്ഞു കിട്ടും. പിന്നെ ഇതിന് വെയിറ്റ് കുറഞ്ഞു കിട്ടും. പിന്നെ ഈ കരികിലയുടെ മുകളിലേക്ക് നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്ന അവസരത്തിൽ കുറേ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇവർ അഴുകിച്ചേർന്നിട്ട് നല്ലൊരു വളമായിട്ട് മാറുകയും കൂടെ ചെയ്യും. അങ്ങനെ വളവും കിട്ടും, അതുപോലെ വെള്ളം കെട്ടി നിൽക്കാതിരിക്കും, ഭാരം കുറഞ്ഞു കിട്ടും, മണ്ണിൻ്റെ അളവ് കുറഞ്ഞു കിട്ടും. അങ്ങനെ പല ഗുണങ്ങളുണ്ട് നമ്മൾ ഈ ഉണങ്ങിയ ഇല ഇട്ട് കൊടുക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ നിറച്ച് വെക്കുകയല്ലേ, ഈ നിറച്ച് വെക്കുന്ന മണ്ണ് നമ്മളിവിടെ സമയം കിട്ടുന്ന അവസരത്തിൽ ഈ മണ്ണും അതുപോലെ ഉമിയും ചകിരിച്ചോറും ചാണകപ്പൊടിയും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഇതുപോലെ വാരി വെക്കുന്നതാണ് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട്. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് മണ്ണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ട് നമ്മൾ ആ വെള്ളത്തിനകത്ത് വെച്ച് ഇളക്കിയെടുത്ത ചെമ്പരത്തിയുടെ ചെടിയില്ലേ, അതിനത് ഇതുപോലെ മുകളിലോട്ട് വെക്കണം. ഇതുപോലെ മുകളിലോട്ട് വെച്ചിട്ട്, ഇത് ജൈവവളമാണേ, അപ്പോൾ ഈ ജൈവവളത്തിൻ്റെ ഒരു പിടി ചെടിയുടെ വേരയിലൊന്നും മുട്ടാതെ കുറച്ച് മാറ്റി ഇങ്ങനെ ഇട്ട് കൊടുക്കും. കണ്ടോ, ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഞാനിവിടെ നിന്ന് ഞെക്കിയത് ഇതൊന്ന് ഉറച്ചിരിക്കാനാണ്, ഞാൻ മണ്ണെടുക്കാൻ പോകുമ്പോഴത്തേക്കിനെ. എന്നിട്ട് ഇതേ ബാക്കി കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കും. നമുക്കതിനെ ഒന്ന് ഉറപ്പിച്ച് നിർത്തണ്ടേ, അപ്പോൾ ഇത്രയും മണ്ണ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മൾ വിചാരിക്കുന്നില്ലേ നമ്മുടെ ചെമ്പരത്തിയുടെ ചുവട് മണ്ണിൻ്റെ ഒത്തിരി മുകളിലായിരുന്നു എന്ന് തോന്നിക്കല്ലേ, പക്ഷേ അത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇതിനകത്തെ ഉണങ്ങിയ ഇലകൾ അവിയുമ്പോൾ ചെടി താഴേക്ക് ഇറങ്ങും. അപ്പം നമ്മൾ മുകളിലേക്ക് കൂടുതൽ വളവും മണ്ണും ഇട്ട് കൊടുത്താൽ മതി. അപ്പം നല്ല ചെടി ഉറച്ചിരിക്കുകയും ചെയ്യും, നല്ല വളർച്ച കിട്ടുകയും ചെയ്യും. ഇതുണ്ട്, ഈ അടീനിയം കണ്ടോ, ഈ അടീനിയം പോലും ഞാൻ ഇതേപോലെ നട്ടുപിടിപ്പിച്ചതാണ്. അപ്പോൾ ഞാൻ ഈ അടീനിയം നട്ടുപിടിപ്പിക്കുന്ന അവസരത്തിൽ പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അടീനിയം നട്ടുപിടിപ്പിച്ചാൽ അത് ചീഞ്ഞു പോകും, അങ്ങനെ പല തരത്തിലുള്ള മോശമായ രീതിയിലുള്ള കമൻറ്റുകൾ വരെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ചെടി കണ്ടോ, നന്നായി വളർന്ന് നിറയെ പൂക്കളുമായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. ചെടി നട്ടുവെച്ച് കഴിയുമ്പം ചുവട് പിടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഞാൻ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. ഇത് തന്നെ ധാരാളം മതി. ഇനി നമ്മൾ ഇതിനെ ഒരു 2 ദിവസത്തേക്കിന് കൂടിയ വെയിലുണ്ടല്ലോ, ആ കൂടിയ വെയിൽ അടിക്കാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നതാണ് നല്ലത്. ചുവട് പിടിച്ച് കഴിയുമ്പം ചെമ്പരത്തി നിറയെ പൂക്കണമെങ്കിലും നന്നായി ഇലകളും വന്ന് നന്നായി വളരണമെങ്കിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മളിതിനെ മാറ്റി വയ്ക്കണം. അപ്പം ഞാൻ ഇത് ഒരെണ്ണം നട്ടിട്ടുണ്ട്. ഇനി ഞാൻ അവിടെ വെള്ളത്തിനകത്ത് ഇതേപോലെ കവറ് പൊട്ടിച്ചിട്ട് ഇത് ഒരെണ്ണം, ഇതിനകത്ത് 3 ചുവടുണ്ടേ. അപ്പം ഇതും അതുപോലെ തന്നെ വെച്ചിരുന്നത് കണ്ടോ, വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കുമ്പോഴത്തേക്കിന് പോകുന്നുണ്ടോ മണ്ണ്. അങ്ങനെ മണ്ണ് പോയതിന് ശേഷം വേണം നമ്മൾ നട്ടു കൊടുക്കാൻ, എന്നാലേ നമ്മുടെ ചെടി നമ്മൾ വെക്കുന്ന പാത്രത്തിനകത്ത് നന്നായി വളർന്നു കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് 3ഉം വേണ്ട, അവിടെ ഒരെണ്ണം 4 എണ്ണം കൂടെ ഉണ്ടേ. അപ്പം ഞാനിത് മാറ്റി വെച്ചിട്ട് നിങ്ങളെ കാണിക്കാവേ. നമ്മളിത് 5 ചുവട് ചെമ്പരത്തി ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം നമ്മൾ പൊട്ടിച്ച് വെച്ച ആ പാത്രത്തിനകത്തെ മാത്രം ചെമ്പരത്തിയുടെ മണ്ണ് ചുവട്ടിലേത് ഇളകി കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നമുക്ക് നാളെ നടാം. എന്നിട്ട് നമുക്ക് അടുത്ത ദിവസം ഇത് ചുവട് പിടിക്കുവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.